ഹലോ, സ്വാതന്ത്ര്യദിനമൊക്കെ അടുത്ത് വരില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. ഓറഞ്ച്, അതുപോലെ തന്നെ വൈറ്റ്, ഗ്രീൻ, ഇങ്ങനെയുള്ള 3 കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിതാ സ്കെയിലിൽ ഇതിൻ്റെ നീളം എടുക്കുന്നുണ്ട്. 20 സെൻറ്റിമീറ്റർ അളവിലാണ് നീളം എടുക്കേണ്ടത്. ഓറഞ്ചും ഗ്രീനും 20 സെൻറ്റിമീറ്റർ നീളത്തിൽ 4 എണ്ണം അങ്ങനെ മുറിച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് എടുക്കേണ്ടത് 3 എണ്ണം കേട്ടോ. അതും 20 സെൻറ്റിമീറ്റർ നീളത്തിൽ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പോയിട്ട് കണ്ടതിന് ശേഷം ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഇനി ഈ റിബണിൻ്റെ ഒക്കെ 2 സൈഡിലും നൂലിങ്ങനെ വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹെയർ ക്ലിപ്പുകൾ അതുപോലെ തന്നെ ഹെയർ ബാൻഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു 3 കളർ എടുത്തിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കളർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഒരു സൂചിയിൽ നൂല് കോർത്തെടുത്തതിന് ശേഷം ഈ ഒരു റിബണിൻ്റെ ഒരു സൈഡിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണം. സാറ്റിൻ റിബൺ അല്ലാണ്ട് നെറ്റിൻ്റെ തുണി വെച്ചിട്ടും ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സാറ്റിൻ റിബൺ നമുക്ക് ഈ ബട്ടൺ ഹൗസ് അതുപോലെ തന്നെ ഫാൻസി കടകളിലൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടാവും. അപ്പോൾ അതാ ഞാനത് മുഴുവനായിട്ട് അങ്ങ് ഇത് തുന്നിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ തുന്നി കൊടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ആ റിബണ് ആദ്യം ആ ഒരു സൂചിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഒരുമിച്ച് പിടിച്ചിട്ട് താഴത്തോട്ട് ആ നൂലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെയുണ്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരുമിച്ച് ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് പിടിക്കുക. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് നൂല് താഴത്തോട്ടൊന്ന് വലിച്ചാൽ മതി. ഇനി ഇതിൻ്റെ 2 സൈഡിലെ നൂല് ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഒരു 2 തവണയായിട്ടൊന്ന് മുറുക്കി കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി താഴ്ഭാഗത്തെ ആ നൂലൊന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം ആ തുറന്ന് കിടക്കുന്ന ഒരു ഭാഗമല്ലേ അത് നമുക്ക് ഈ സൂചി വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ നൂല് കാണാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരൊറ്റ തുന്നൽ മതി കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്ന് 2 പ്രാവശ്യം തുന്നി കൊടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ റിബണുകളും തുന്നിയെടുക്കേണ്ടത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പൂവ് ഇതിലൂടെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ആ മുകൾ ഭാഗത്തെ നൂലും കൂടെ ഒന്ന് വെട്ടി കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓറഞ്ച് കളറും അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതൊരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ഞാനിതാ തുണിയോട് കൂടിയിട്ടുള്ള ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു വൈറ്റ് കളറ് സാറ്റൻ റിബണില്ലേ അത് വെച്ചിട്ടൊന്ന് ചുറ്റിയിട്ട് പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും. ഇനി വേണ്ടത് B7000 പറഞ്ഞിട്ടുള്ള ഒരു പശയാണ്. ഇതിന് ഒരു 70 രൂപയാണ് കേട്ടോ വില വരുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പശ ഒട്ടിച്ച് വരുമ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ സെൻറ്റർ ഭാഗത്ത് 3 എണ്ണം വൈറ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഓരോ സൈഡിലും ഗ്രീനും ഓറഞ്ച് കളറും പൂക്കളെടുത്തതിന് ശേഷം 4 എണ്ണം വീതം വെച്ചിട്ട് അപ്പുറം ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഗോൾഡൻ കളർ മുത്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള നല്ല ഭംഗിയുള്ള ഏതെങ്കിലും മുത്തുകളുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അതിനുശേഷം ഓരോ പൂക്കളുടെയും സെൻറ്റർ ഭാഗത്ത് ഞാനിങ്ങനെ പശ തേച്ചിട്ട് ഈ മുത്തുകൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പൂക്കൾ ഉണ്ടാക്കിയിട്ട് ക്ലിപ്പുകളിലും ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്തത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.